കൊച്ചി തമരത്ത് കുടിവെള്ള ടാങ്ക് തകർന്നു. ഇതോടെ നിരവധി വീടുകളിൽ വെള്ളം കയറി. 1,38,00,000 ലിറ്റർ ശേഷിയുള്ള ടാങ്കാണ് തകർന്നത്. കൊച്ചിയിൽ 30% മേഖലകളെ ബാധിച്ചിട്ടുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. വെളുപ്പിന് 2 മണിക്ക് ശേഷമാണ് ഈ തമ്മനത്തുള്ള വാട്ടർ ടാങ്കിൻ്റെ ഭിത്തി ഒരു ഭാഗം തകർന്നു വീണത്. 1,35,00,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കാണ് തകർന്നത്. തകർന്നതിന് ശേഷം ഈ പ്രദേശവാസികളുടെ വീടുകളിലെല്ലാം വെള്ളം കയറുകയും വാഹനങ്ങൾക്ക് കേടുപറ്റുകയും മതിലുകളെല്ലാം ചുറ്റുമതിലെല്ലാം ഇടിഞ്ഞു പൊളിയുകയും അവിടെയുള്ള ഹെൽത്ത് സെൻ്റർ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ വെള്ളം കയറി ആകെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആളുകളെല്ലാം പരിഭ്രാന്തിയിലായിരുന്നു. കാരണം എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ആദ്യമായാണ് ഇത്തരം ഗുരുതരമായ ഒരു ടാങ്ക് പൊട്ടലുണ്ടായത്. മുൻകാലങ്ങളിൽ വെള്ളം ലീക്ക് ചെയ്യുമായിരുന്നു, ഓവർഫ്ലോ ചെയ്യുമ്പോൾ ലീക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ ഇതൊരു ടാങ്ക് പൊട്ടുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ്. അതിന് മാത്രം ഭയാനകമായ രീതിയിലാണ് വെള്ളം കുത്തൊഴുക്കുണ്ടായത്. ആളുകളെല്ലാം പരിഭ്രാന്തിയിലാണ്. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വാഹനങ്ങളും ആളുകളുടെ വീട്ടിൽ വെള്ളം കയറി ഫ്രിഡ്ജ് അടക്കമുള്ള സാധനങ്ങൾ നശിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. ഇത് സ്ട്രക്ചറൽ ഫെയില്യൂർ ആണ്. ഇന്നലെ മിഡ് നൈറ്റ് ഒരു 2:30 to 40 AM ഇത് സംഭവിച്ചിട്ടുള്ളത്. അതിൽ കഴിഞ്ഞ ശേഷം കുറേ നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. താങ്ക് ഗോഡ് ജനങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ വാലാവട്ടെ, പിന്നെ വീട്ടിനകത്താവട്ടെ, പിന്നെ കുറച്ച് വെഹിക്കിൾസ്ക്കും എല്ലാം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരു 30% കൊച്ചിൻ കോർപ്പറേഷനുടെ കുടിവെള്ളത്തിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ചെയ്യേണ്ടി വരും. ചെറുനൂൽ പഞ്ചായത്തും പിന്നെ നമ്മുടെ റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ ഇന്ന് 11 അവർ ഇറങ്ങിയിട്ടുണ്ട് കോട്ടയത്തിൽ. ഇന്ന് 11 മണിക്ക് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ മീറ്റിംഗ് എടുക്കാൻ പോവുകയാണ്. എല്ലാ ഒഫീഷ്യൽസും പിന്നെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഒരു മീറ്റിംഗ് എടുക്കാൻ പോവുകയാണ്. ദാറ്റ് ഹൗ ഡു വി ഗോ എന്ന് പറഞ്ഞിട്ടും പിന്നെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒഫീഷ്യൽസ് ഇപ്പോൾ എത്താനേ പോവുകയുള്ളൂ. വി വിൽ ഡു ദ അസസ്മെൻറ്റ്. എന്തെല്ലാം ഡാമേജസ് ആയിട്ടുണ്ട്, അതിന് എന്തെല്ലാം നഷ്ടപരിഹാരം കൊടുക്കേണ്ടതെന്ന് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ത്വരിതഗതിയിൽ വി വിൽ എൻഷുർ ദാറ്റ് ദ വർക്ക് സ്റ്റാർട്ട്സ്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് തമ്മനത്തുള്ള വാട്ടർ ടാങ്കിൽ അതിൻ്റെ ഒരു ഭാഗം ഭിത്തിയുടെ ഒരു ഭാഗം ഇടുകയും തുടർന്ന് ഇവിടെ നിന്ന് ഈ ഭിത്തിയെല്ലാം സംരക്ഷണ ഭിത്തിയെല്ലാം തകർത്തുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുകുകയും എല്ലാം ചെയ്ത് ഇതിൻ്റെ പരിസരത്തുള്ള വീടുകളിലെ ദൃശ്യങ്ങളാണിത്. കാരണം ചുറ്റുപാടുമുള്ള വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. വീടുകളുടെ ഈ ഗേറ്റും മതിലും എല്ലാം തന്നെ തകർത്ത് അകത്തേക്ക് ഒഴുകുകയായിരുന്നു. 1.5 കോടിയിലധികം ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്കാണ് തകർന്നത്. അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകി. ഇത് നോക്കുക, ഈ ഭാഗത്ത് എല്ലാം ഇരുചക്ര വാഹനങ്ങളടക്കം ഇതിനകത്ത് വെള്ളത്തിൽ മുങ്ങി പോയിരിക്കുന്നു. മണ്ണും അതോടൊപ്പം തന്നെ കല്ലും എല്ലാം തന്നെ അടിച്ചകത്ത് കല്ലും മണ്ണും എല്ലാം തന്നെ ഗേറ്റും ഇതെല്ലാം തകർന്നതുകൊണ്ട് വെള്ളം അതിശക്തിയായി ഇവിടേക്ക് ഒലിച്ചു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാത്ത അവസ്ഥ. പുലർച്ചയോടുകൂടിയായിരുന്നു അല്ലേ ഇത്? 2:20 വീടിന്റെ ഒരു അവസ്ഥയൊക്കെ വെള്ളത്തേക്ക് എന്താ സംഭവിച്ചെന്ന് നമുക്ക് അപ്പൊ തന്നെ മനസ്സിലായി. സൗണ്ട് കേട്ട് ഞങ്ങൾ എഴുന്നേറ്റ് ഞാൻ മുകളിൽ കിടക്കണത്. അപ്പൊ ജനൽ തുറന്ന് നോക്കിയപ്പോ തന്നെ വെള്ളത്തിന്റെ ഇരച്ചു കേട്ട് പൊട്ടിയതാന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങളപ്പോൾ ഒന്നും കൂടി മുകളിൽ പോയി കഴിഞ്ഞ് വെള്ളം കൂടുതൽ പൊങ്ങിയാലാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യത്തെ ഒഴുക്കിന് 2 മീറ്ററോളം പൊങ്ങിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ ഒരു 1.5 മണിക്കൂർ കൊണ്ട് വെള്ളത്തിന് ഒഴിച്ചിരുന്നു. 4 വശത്തേക്ക് ഒഴുകി പോയി. ആദ്യം പേടിച്ച് ചേച്ചി പറയുന്നതനുസരിച്ച് പുലർച്ചയോടുകൂടിയാണ് വെള്ളം കുത്തി ഒലിച്ച് പായുന്നത്. ചുറ്റുപാടും എല്ലാം തന്നെ മുക്കിക്കളയുന്ന രീതിയിലേക്ക് പോവുകയായിരുന്നു. അതിൽ പരിസരത്ത് ഈ സംരക്ഷണം മതിലെല്ലാം തന്നെ തകർന്നിരിക്കുന്നതാണ്. ചുറ്റുപാടുമുള്ള വീടുകളിലെല്ലാം എല്ലാം തന്നെ മതിൽ തകർന്നിരിക്കുന്നത്. അതിനപ്പുറത്ത് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്. അവിടെയുള്ള പൂർണ്ണമായും അത് വെള്ളത്തിൽ മുങ്ങി. അവിടെ നിന്ന് മരുന്നുകളടക്കം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. നോക്കുക, ഈ വഴിയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറാണ്. അത് ഈ രീതിയിൽ ഭിത്തി ഇടിഞ്ഞ് തകർന്നിരിക്കുന്നു എന്നതാണ്. വെള്ളത്തിൻ്റെ അത്ര ശക്തമായ ഒരു ഒഴുക്കിൽപ്പെട്ട ഈ കാറും അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങൾ, നിരവധിയായ ഇരുചക്ര വാഹനങ്ങളാണ് തകർന്നത്. എന്തായാലും ഈ വഴിയിൽ അടക്കം ഈ വഴിയിലേക്ക് വരുമ്പോൾ വഴിയുടെ ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഏതാണ്ട് ഉരുൾപൊട്ടലിന് സമാനമായി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇത്തരം ഒരു കാഴ്ചകൾ പലയിടങ്ങളിലും. പക്ഷെ ഒരു നഗരമധ്യത്തിൽ ഇതുപോലെ ഒരു ദൃശ്യം, അത് വെള്ളപ്പാച്ചിലിൽ തകർന്നതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ എത്രത്തോളം
വലുതാണ് എന്ന് മനസ്സിലാക്കാം. കാരണം വെള്ളം ഒഴുകിപ്പോയ ഒരു വഴിയാണിത്. ഏതാണ്ട് 3 മണിക്കൂറോളം ആളുകൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. വളരെ പെട്ടെന്ന് അവർ ഭയചകിതരായി എന്താ സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. ഈ കാണുന്നത് കുടുംബാരോഗ്യ കേന്ദ്രമാണ്, കുത്തപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രമാണ്. അതിനകത്തുനിന്ന് സാധനങ്ങളും മരുന്നും എല്ലാം തന്നെ പ്രവർത്തകർ ഇവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണ്. എല്ലാവരും സഹകരണത്തോടുകൂടി അകത്ത് വൃത്തിയാക്കലടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലും പുലർച്ചെ തുടക്കത്തിൽ ഉണ്ടായിരുന്നൊരു ആഘാതം അതിൽ നിന്ന് മാറിയിരിക്കുന്നു. ഇതിപ്പോൾ വൃത്തിയാക്കലടക്കം വളരെ പെട്ടെന്ന് CITU പ്രവർത്തകരടക്കം ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് നിർവഹിക്കുകയാണ്. അതായാലും എന്താണ് സംഭവിച്ചതെന്ന് ആൾക്കാർക്ക് മനസ്സിലാകും മുൻപ് തന്നെ ഇവിടെ ഈ പ്രദേശത്തോടുകൂടി ഏതാണ്ട് 1.5 കോടിയിലധികം ലിറ്റർ വെള്ളം ഒഴുകിപ്പോകുന്നു. അതിന് മുഴുവൻ നാശവും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി അടിയന്തരമായ ഇടപെടലുകൾ വൈകാതെ ഈ ഇവിടെ ശുചീകരണം അടക്കം അതോടൊപ്പം നാശനഷ്ടങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ആളുകളുടെ ഒരു പ്രതീക്ഷ. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ഡാനി പോൾ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡാനി, ഈ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു വലിയ വെള്ളപ്പൊക്കത്തിനൊക്കെ ശേഷം ഉണ്ടാകുന്ന സമാനമായ കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. എത്രയോ വലിയ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇത് പകൽ സമയത്ത് എപ്പോഴെങ്കിലും ആയിരുന്നു ഈ അപകടം സംഭവിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ആളപായം പോലും ഉണ്ടാകുമായിരുന്നിരിക്കാം. വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കുന്നതാണ്. കാരണം നമ്മൾ ഒരു കുടിവെള്ള സംഭരണി തകർന്ന് അതിങ്ങനെയൊക്കെ ആകാമോ എന്നൊക്കെ ഒരുപക്ഷെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാഴ്ചകൾ കണ്ട് മനസ്സിലാക്കുക എന്നതാണ്. കാരണം ഈ ചുറ്റുപാട് തകർത്തെറിയപ്പെട്ടിരിക്കുന്ന പോലെ തന്നെയാണ്. പൂർണ്ണമായും തന്നെയും എല്ലായിടത്തും ചുറ്റുമതിലെല്ലാം നിരവധിയായ വീടുകളുടെ ചുറ്റുമതിൽ തകർന്നു. ഒപ്പം ഈ മേഖലയിൽ അകത്ത് വെള്ളം കയറി ഇലക്ട്രോണിക് ഗൃഹോപകരണങ്ങളുണ്ട്, പലതും തന്നെ നശിച്ചു. ഞൊടിയിട കൊണ്ടാണ് വെള്ളം അകത്തേക്ക് ഇരച്ച് കയറുന്നത്. ഇപ്പോൾ ഇവിടെ JCB ഉപയോഗിച്ചുകൊണ്ട് ഈ വഴി ആക്കുവാണ്. ഈ ചരൽ കൂടിയിരിക്കുന്നതെല്ലാം ഈ വെള്ളം തകർത്ത് ഇവിടേക്ക് വന്നതാണ്. കാരണം നമ്മൾ ഇത്തരം ദൃശ്യങ്ങൾ കാണാൻ പെട്ടെന്ന് ഇതെല്ലാം സെക്കൻഡുകൾ കൊണ്ട് സംഭവിക്കുന്നു എന്നതാണ്. ഇതേപോലെ ഇവിടേക്ക് കടന്നു വരാൻ പോലും കഴിയാത്ത രീതിയിലേക്കായിരുന്നു ഇപ്പോൾ JCB എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ വഴി എല്ലാം ഇവിടേക്ക് കടന്നു വരാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഒപ്പം സന്നദ്ധ പ്രവർത്തകർ, തൊഴിലാളി സംഘടനകൾ ഇതെല്ലാം വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ട്, കാരണം ഇത് ആദ്യത്തെ ഒരു ഷോക്കിൽ നിന്ന് മാറിക്കൊണ്ട് ഇനിയിപ്പോൾ വീണ്ടെടുക്കുക എന്നതാണ്. ആ പ്രവൃത്തികൾ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വീടുകളിലേക്കും ഇവിടെ ഏതാണ്ടൊരു 12ഓളം വീടുകൾ നേരിട്ട് ഇത് ബാധിച്ചിട്ടുണ്ട്. ചുറ്റുപാട് മതിലുകളെല്ലാം തകർന്നു, ഗേറ്റ് തകർന്നു. ഒപ്പം ഇവിടെയുള്ള ഇരുചക്ര വാഹനങ്ങളെല്ലാം തന്നെ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇരുചക്ര വാഹനങ്ങൾ ഇതുപോലെ ഈ രീതിയിലേക്കെല്ലാം തന്നെ ഈ ചുറ്റുപാടുകളെല്ലാം മാറുന്നത് നിമിഷങ്ങൾ കൊണ്ടാണ്. ആളുകൾക്ക് അറിയില്ല, കനത്ത മഴയില്ല, ഒന്നുമില്ല, ഇതെന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. പിന്നീട് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന കുടിവെള്ള ടാങ്ക് അത് ഇത്രത്തോളം ഭീഷണിയായിട്ട് മാറുമെന്ന് അവരും കരുതിയിരുന്നില്ല. ഏതായാലും ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നു. ഈ വീടുകളും ഇതിനകത്ത്